ഇന്ത്യയിലെ ഹോട്ട് സെല്ലിംഗ് ഹാച്ച്ബാക്ക് മോഡലായ മാരുതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ 4ാം തലമുറ മോഡൽ കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. കൃത്യമായ തലമുറ മാറ്റം അടയാളപ്പെടുത്തുന്ന മാറ്റങ്ങളും പുതുമകളും ഒക്കെയാണ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഈ വാഹനത്തിൻ്റെ ഒരു ഫ്രണ്ട് ഫേഷ്യ തന്നെയാണ്. കൃത്യമായ മാറ്റങ്ങൾ, അതായത് ഹെഡ് ലാമ്പിലാണെങ്കിലും ഗ്രില്ലിലാണെങ്കിലും ബമ്പറിലാണെങ്കിലും കൃത്യമായ മാറ്റങ്ങളും അഴിച്ചുപണികളും ഒക്കെ വന്നിട്ടുണ്ട്. ആദ്യം ഹെഡ്ലൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ റാപ്പ് അറൗണ്ട് ആയിട്ടുള്ളൊരു ഹെഡ് ലാമ്പാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഇതിൻ്റെ ഈ ഒരു എൽ ഷേപ്പ് DRലാണ്, കംപ്ലീറ്റ്ലി LED-യിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഹെഡ് ലാമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സ്ക്വയർ ഷേപ്പിൽ പ്രൊജക്ഷൻ ലൈറ്റായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഗ്രില്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബലോനോയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഗ്ലോസി ബ്ലാക്ക് ഹണികോം ഡിസൈനിലുള്ള ഒരു ഗ്രില്ലാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ബമ്പറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് ആണ്, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ലോവർ ലിപ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബ്ലാക്ക് കളർ വാഹനത്തിന് ശരിക്കും ഒരു സ്പോർട്ടി ലുക്കും കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും താഴെ, അതായത് ഫോഗ് ലാമ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ക്ലസ്റ്റർ, ഫൈബർ ക്ലസ്റ്ററിൽ കംപ്ലീറ്റ്ലി LED ആയിട്ടുള്ള ഒരു ഫോഗ് ലാമ്പ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ബോണറ്റിലേക്ക് നോക്കിയാൽ ക്ലാംഷെൽ ബോണറ്റാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ആ ഒരു ബോണറ്റിൻ്റെ സൈസ് കുറച്ചും കൂടെ കുറച്ചിട്ടുണ്ട്. കാരണം ആ ഒരു ലോഗോയുടെ പ്ലേസ്മെൻറ്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നേരത്തെ മുൻ മോഡലിലുണ്ടായിരുന്ന ഗ്രില്ലിലാണെങ്കിൽ അത് ഈ ഒരു ബോണറ്റിൻ്റെ സമീപത്തേക്ക് വന്നിട്ടുണ്ട്. അത് പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ബോണറ്റിൻ്റെ വലിപ്പം ഒന്ന് കുറച്ചിട്ടുണ്ട്. വേറൊരു മാറ്റങ്ങൾ മുമ്പിൽ നമുക്ക് അങ്ങനെ പറയാനായിട്ടില്ല. ഇനി നമ്മൾ സൈഡിലേക്ക് വരുമ്പം മൊത്തത്തിൽ അഴിച്ചു പണിഞ്ഞാൽ രൂപമാറ്റം വരുത്തിയിട്ടുള്ള ഒരു അലോയ് വീൽസ്, അത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. പക്ഷേ ടയർ സൈസിൽ മാറ്റമൊന്നുമില്ല. ആ ഒരു 15 ഇഞ്ച് വലിപ്പമുള്ള ടയർ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ബാക്കി നമ്മൾ ആ ഒരു ബോണറ്റിൻ്റെ അവിടെ നിന്ന് ആരംഭിക്കുന്ന ആ ഒരു ലൈന് പവർ ലൈൻ പോലെ അല്ലെങ്കിൽ ബെൽറ്റ് ലൈൻ പോലെ സൈഡിലേക്കൊക്കെ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മുൻ മോഡലിൽ നമ്മൾ കണ്ടത്, അതായത് 3rd ജനറേഷൻ മോഡലിൽ ഇതിൻ്റെ റിയർ ഡോറിൻ്റെ ഹാൻഡിൽ കൊടുത്തിരുന്ന ഈ ഒരു C പില്ലറിലായിരുന്നെങ്കിൽ പുതിയ മോഡലിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് സാധാരണ കാറുകളിൽ അല്ലെങ്കിൽ 1ാം തലമുറ 2ാം തലമുറ സ്വിഫ്റ്റ് നമ്മൾ കണ്ടിരുന്ന പോലെ നോർമലി ഡോറിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിൻ്റെ ഒരു റിയർ പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പറഞ്ഞ ആ ഒരു മോഡിഫിക്കേഷൻ, അല്ലെങ്കിൽ സ്വിഫ്റ്റ് സ്പോട്ട് എന്നൊക്കെ പറഞ്ഞാൽ വിദേശത്ത് നമ്മൾ ഇറങ്ങിയിട്ടുള്ള ആ വാഹനത്തിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും മാരുതി തന്നെ അവകാശപ്പെടുന്നത് ഗ്ലോബൽ ഡിസൈനോട് ചേർന്നിരിക്കുന്ന ഡിസൈനിലാണ് ഈ ഒരു വാഹനം ഇത്തവണ വന്നിട്ടുള്ളതെന്നാണ്. അതിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തത് ലെൻസ് ക്ലിയർ ആയിട്ടുള്ളൊരു ലൈറ്റ് ഇവിടെ വന്നു. അതും കംപ്ലീറ്റ്ലി LED ആയിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും കംപ്ലീറ്റ്ലി LED എന്ന് പറയുന്ന അതിലും ചെറിയ തെറ്റുണ്ട്. നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റിവേഴ്സ് ലൈറ്റ് അതുപോലെ ഇൻഡിക്കേറ്റർ ഇത് രണ്ടും നോർമൽ ഒരു ഹാലജൻ ലൈറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു ഹാച്ച് ഡോർ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ചെറിയൊരു അഴിച്ചുപണികളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതിനൊരു റീഡിസൈൻഡ് ആണ്, ആ ഒരു ഏരിയ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ അതുപോലെ ഈ ഒരു ക്യാമറയുടെ പൊസിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ബമ്പറിലാണെങ്കിൽ അത് ആ ഒരു ഹാച്ച് ഡോറിലേക്ക് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് കാരണം നമുക്ക് കുറച്ചും കൂടെ വിസിബിലിറ്റി കുറച്ചും കൂടെ പ്രോപ്പർ ആകുക എന്ന ഉദ്ദേശത്തിലാണ് അത് വന്നിട്ടുള്ളത്. ഇനി ബമ്പറിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ആ ഒരു സ്പോർട്ടിനെസ് നമുക്ക് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് അത് ചെറിയ ചെറിയ ബൾജുകളും ഷാർപ്പായിട്ടുള്ള എഡ്ജുകളൊക്കെ കൊടുത്ത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് തന്നെ അവരെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ സെൻസറുകളും കാര്യങ്ങളും ഒക്കെ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മാരുതി പറയുന്നത് 15 mm നീളം കൂടുകയും 10 mm ഹൈറ്റിൽ കുറവ് വരികയും ചെയ്തിട്ടുണ്ടെന്നാണ് മാരുതി പറയുന്നത്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പം ശരിക്കും എവിടെയൊക്കെയോ നമുക്ക് ആ ഒരു ബലേനോനെ ഓർമ്മപ്പെടുത്തുന്ന മാറ്റങ്ങളാണ് ഈ വാഹനത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനമായി നമുക്കത് തോന്നുന്നത് ഈ ഒരു വാഹനത്തിന് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊണ്ട് തന്നെയാണ്. കാരണം 9 ഇഞ്ച് വലിപ്പമുള്ള ഫ്രീ സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ബലേനോയിൽ ഇവർ നേരത്തെ പരീക്ഷിച്ച് വിജയിച്ച ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇത് നേരത്തെ ആവോട്ട് വരുമ്പോൾ ഇതിൻ്റെ ഒരു ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റ് ആണെങ്കിലും അതും ബലേനോ മോഡലിൽ നിന്ന് ഇങ്ങോട്ട് പറിച്ചു നട്ട ആ ഒരു ഫീച്ചർ തന്നെയാണ്. നോട്ടബിൾ ആയിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഡിസൈനിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ശരിക്കും സ്വിഫ്റ്റിന് വേണ്ടി തന്നെ അവർ രൂപകൽപ്പന ചെയ്ത ഒരു ഡാഷ്ബോർഡ് തന്നെയാണ്. ഡിസൈനിലൊക്കെ കാര്യമായ മാറ്റവും അഴിച്ചുപണിയൊക്കെ വരുത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ഈ ഒരു ഇൻസേർട്ട് അല്ലെങ്കിൽ ഈ ഒരു എലമെൻ്റ് ഒക്കെ 4th ജനറേഷനിലെ ആഡ് ഓൺ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഒരു വയർലെസ് ചാർജിങ് സംവിധാനം ഈ വാഹനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഗിയറിൻ്റെ ചുറ്റും കൊടുത്തിട്ടുള്ള ഈ ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെൻ്റ് ഒക്കെ വാഹനത്തിന് കുറച്ചും കൂടെ ഒരു പ്രീമിയം ലുക്ക് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കംപ്ലീറ്റ്ലി പുതിയ തന്നെയാണ്. അതായത് പൊതുവേ ഉള്ള ഡിസൈനിലും കാര്യങ്ങളിലൊക്കെ തന്നെയാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. കോമ്പറ്റീറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാലും കംപ്ലീറ്റ്ലി ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. പക്ഷേ മാരുതി ഇത്തവണയും ഒരു ഡിജിറ്റലിലേക്കുള്ളൊരു മാറ്റം നടത്തിയിട്ടില്ല. 2 അനലോഗ് മീറ്ററാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ സെൻറ്ററിൽ ആ ഒരു ഡ്രൈവർ ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി ഇപ്പോൾ അതിൽ അത്യാവശ്യം എല്ലാ ഡീറ്റെയിൽസും കൊണ്ടുവന്നിട്ടുണ്ട്. ഡീകാർഡ് സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് അത് ഈ വാഹനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ അഡീഷണൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഇൻസേർട്ടൊക്കെ കൊടുത്ത് ലെതർ റാപ്പ് ചെയ്ത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് വന്നിട്ട്. അത് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീലാണ്. സീറ്റിൻ്റെ ഡിസൈൻ ബാക്ക് സപ്പോർട്ട് ആണെങ്കിലും തൈ സപ്പോർട്ട് എല്ലാം തരുന്ന രീതിയിൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ടോപ്പ് എൻഡ് മോഡലാണ്. പക്ഷേ ഇതിലും ഫാബ്രിക് സീറ്റ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ശരിക്കും ഈ ഒരു സീറ്റിൻ്റെ ഡിസൈനിൽ ഇത്രയും വലിയ അഴിച്ചുപണി വരുത്താൻ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ 6 എയർ ബാഗ് അടിസ്ഥാന ഫീച്ചറായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വാഹനം കൊണ്ടുവന്നിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ഈ ഒരു സീറ്റിൻ്റെ ഉള്ളിലും എയർ ബാഗ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനൊരു കാര്യമായ അഴിച്ചുപണി സീറ്റിൻ്റെ കാര്യത്തിൽ വന്നിട്ടുള്ളത്. നമുക്ക് സ്പീക്കറുകളും ട്യൂട്ടറുകളൊക്കെ ഡോറിലും എല്ലാമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. റിയറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ റിയർ പാസഞ്ചറിനുള്ള AC വെൻറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് 2 ചാർജ്, അതായത് ഒരു USB ഒരു C പോർട്ട് ചാർജിങ് ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു മൊബൈൽ ഹോൾഡ് ചെയ്യുന്നതിനുള്ള ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക, നമ്മളൊരു ഫ്രണ്ട് എൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റീരിയറിലാണെങ്കിലും ചെറിയ ചെറിയ അഴിച്ചുപണികളൊക്കെ തലമുറ മാറ്റത്തിന് യോജിക്കുന്ന രീതിയിലുള്ള അഴിച്ചുപണിയും ഡിസൈൻ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഫീച്ചറിലും കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് ഒരു കണക്റ്റഡ് കാർ പോലെ, അതായത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ കണക്ടിവിറ്റി സംവിധാനങ്ങളൊക്കെ വന്ന്, പിന്നെ മാരുതിയുടെ തന്നെ സുസുക്കി കണക്ട് എന്ന് പറയുന്ന ആ ഒരു കണക്ടിവിറ്റി സംവിധാനം ഉൾപ്പെടെ കൊടുത്ത് കുറച്ചും കൂടെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് പുതിയ സ്വിഫ്റ്റ്. അപ്പോൾ നമ്മൾ സ്വിഫ്റ്റിൻ്റെ ഡ്രൈവിലേക്ക് പോവുകയാണ്. എല്ലാ ആളുകൾക്കും അറിയാൻ കൂടുതൽ താല്പര്യം ഉണ്ടാകുക ഇതിൻ്റെ ഒരു ഡ്രൈവിനെ കുറിച്ച് തന്നെയാണ്. കാരണം 3rd ജനറേഷൻ മോഡലിൽ വരെ ഉണ്ടായിരുന്ന ആ ഒരു K സീരീസ് എഞ്ചിൻ മാറി പുതിയൊരു Z സീരീസ് എഞ്ചിൻ ഈ വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു എഞ്ചിൻ മാറ്റം എന്തുകൊണ്ട് ഇത്ര കൗതുകം ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുമ്പ് ഉണ്ടായിരുന്ന ഒരു 4 സിലിണ്ടർ എഞ്ചിൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു 3 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ ഇതെങ്ങനെ പെർഫോമൻസിനെ ബാധിക്കുന്നു എന്നറിയാനുള്ളൊരു കൗതുകം സ്വാഭാവികമായിട്ട് എല്ലാവരെ പോലെ എനിക്കുമുണ്ട്. നമ്മൾ ഇനിഷ്യൽ എടുക്കുമ്പം ആ ഒരു പതുങ്ങൽ ഈ വണ്ടിക്കുണ്ട്. അതായത് ഈ ലോ ആൻഡ് ടോർക്ക് വളരെ കുറവാണ്. ശരിക്കും ഒരു 4000-6000 RPM ഇടയ്ക്ക് ആ ഒരു നാരോ എൻഡിൽ നല്ലൊരു പെർഫോമൻസ് ഈ വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. 2 ട്രാൻസ്മിഷൻ ഓപ്ഷനാണ് ഈ വാഹനത്തിലുള്ളത്. അതായത് ഒരു 5 സ്പീഡ് മാനുവലും 5 സ്പീഡ് AGS ആണ്. ഭയങ്കര റിഫൈൻഡ് ആയിട്ടാണ് ആ 2 ട്രാൻസ്മിഷൻ സംവിധാനം വന്നിരിക്കുന്നത്. ലോ ആൻഡ് ടോർക്ക് കുറവാണെന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യം ഈ പറഞ്ഞ നമ്മൾ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് ഓടിക്കുമ്പോഴും നമുക്ക് സ്വാഭാവികമായിട്ട് അതൊരു ഇതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ ലാഗാണോ നമുക്ക് ആദ്യം ഒരു ഫീൽ ചെയ്യും. പക്ഷേ ട്രാൻസ്മിഷൻ ലാഗല്ല, ആ ഒരു ഇതിൽ വന്നിരിക്കുന്നത് അതായത് പവർ കുറഞ്ഞതിൽ വന്നിട്ടുള്ളൊരു മാറ്റം തന്നെയാണ്. ശരിക്കും കംപ്ലീറ്റ്ലി റീട്യൂൺഡ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു സ്റ്റിയറിങ്ങും സസ്പെൻഷൻ സംവിധാനവും വന്നിട്ടുള്ളത്. മുൻ മോഡലിൽ നമ്മൾ കണ്ടിട്ടുള്ള സസ്പെൻഷൻ സംവിധാനം തന്നെയാണ്, പക്ഷേ അത് ഭയങ്കരമായിട്ട് റീട്യൂൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സ്റ്റിയറിങ്ങിൻ്റെ കാര്യത്തിൽ. സ്റ്റിയറിങ് വന്നിട്ടുള്ള ആ റീട്യൂൺ നമുക്ക് കൃത്യമായിട്ട് അറിയണം. നമ്മളൊരു 3 ഡിജിറ്റ് സ്പീഡിലേക്കൊക്കെ നമ്മൾ ക്രൂയിസ് ചെയ്യുമ്പം നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടല്ല, നമ്മൾ ഭയങ്കര കോൺഫിഡൻസ് തരുന്ന രീതിയിൽ സ്റ്റിയറിങ്ങിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ മുൻ മോഡലിൻ്റെ സ്റ്റിയറിങ് കുറച്ചും കൂടി സ്റ്റിഫ് ആയിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടെ ഫ്രീ ആണ്. ഇപ്പോൾ നമ്മൾ എഞ്ചിൻ്റെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ 1.2 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 81.5 PS പവറാണ്, 111 Nm ടോർക്കാണ്. അതായത് മുൻ മോഡലിൽ നോക്കിക്കഴിഞ്ഞാൽ കാര്യമായ കുറവ് വന്നിട്ടില്ല, വെറും 2 Nm കുറവ് മാത്രമേ ഇതിൽ വരുത്തിയിട്ടുള്ളൂ. പക്ഷേ പവറിൻ്റെ കാര്യം നമ്മൾ നോക്കുമ്പം ഇതിന് മുമ്പ് 3rd ജനറേഷൻ മോഡലിൽ 89 PS ആയിരുന്നു എഞ്ചിൻ്റെ പവറെങ്കിൽ ഇതിലേക്ക് വരുമ്പോൾ 81.5, അതായത് ഓൾമോസ്റ്റ് ഒരു 8 PS പവർ ഇതിൽ കുറവ് വന്നിട്ടുണ്ട്. മാരുതി എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യം മൈലേജാണ്. ആ മൈലേജ് വരുത്താൻ വേണ്ടി തന്നെയാണ് ഒരു 3 സിലിണ്ടർ എഞ്ചിനിലേക്ക് ഇവർ മാറിയിട്ടുള്ളത്. ഓട്ടോമാറ്റിക് മോഡൽ നമ്മൾ നോക്കുമ്പം 25+, അതായത് 25 കിലോമീറ്റർ കൂടുതൽ മൈലേജ് കിട്ടുന്നുണ്ട്. മാനുവലിലേക്ക് വരുമ്പം അത് 24 കിലോമീറ്ററുമാണ് വരുന്നത്. ഇവർ ഹൈ സ്റ്റെൻസിൽ സ്റ്റീലൊക്കെ കയറ്റി വാഹനത്തിൻ്റെ വെയിറ്റ് ഒന്നും കൂടെ കൂട്ടിയിട്ടുണ്ട്. എല്ലാ കാലത്തും മാരുതിക്കുള്ള ഒരു അപവാദമാണ് സേഫ്റ്റിയുടെ കാര്യത്തിലുള്ള വിട്ടുവീഴ്ച. പക്ഷേ ഇപ്രാവശ്യം അത് വരുത്തിയിട്ടില്ല. നമ്മൾ പറഞ്ഞ ഈ ഒരു ഹൈ സ്റ്റെൻസിൽ സ്റ്റീലിൻ്റെ ആ ഒരു കരുത്ത് ബോഡിയിൽ മൊത്തം അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു ബോണ്ട് തുറന്നടയ്ക്കുമ്പോഴാണ്, ഡോർ തുറന്നടയ്ക്കുമ്പോൾ ആണെങ്കിലും ആ ഒരു സ്ട്രെങ്ത് നമുക്ക് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഏറ്റവും താഴ്ന്ന വേരിയൻറ്റ് തൊട്ട് ഏറ്റവും ഉയർന്ന വേരിയൻറ്റ് വരെ 6 എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ ABS, EBD, അത് പിന്നെ നമുക്കറിയാം സ്വാഭാവികമായിട്ട് സ്റ്റാൻഡേർഡ് ഫീച്ചറാണ് എല്ലാം. അതുപോലെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ESP എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറും ഈ വാഹനത്തിൽ സ്റ്റാൻഡേർഡ് ഫീച്ചറായിട്ട് തന്നെ വന്നിട്ടുണ്ട്.